പണ്ടൊക്കെ അല്ലേ ഞാൻ 10 മണി 11 മണി 12 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ എനിക്ക് ഒട്ടും സമയമില്ലാത്ത പോലെയാണ് തോന്നൽ. കാരണം ഈ 11 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഫുഡ് കഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒരു നടക്കുമ്പോഴത്തേന് തന്നെ 1 മണിയോ, പിന്നെ കുളിക്കൽ മാറ്റൽ അങ്ങനത്തെ ഒക്കെ ആയിട്ട് എനിക്ക് ഒന്നിനൊന്നിനും സമയമില്ലാത്ത പോലെയാണ് തോന്നൽ. ഇതാണ് ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ ഒട്ടും സമയം കിട്ടില്ല. ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനും പ്രൊഡക്റ്റീവ് ആവാനും ഒക്കെ ടൈം കിട്ടുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഏർലി മോർണിംഗ് തന്നെ എഴുന്നേൽക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ റുട്ടീനാക്കിയിട്ട് മാറ്റി നോക്കുക കേട്ടോ. ഞാനിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ചെയ്യുക. അതായത് ഇന്നിപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ഒരു ചെറിയൊരു ബ്രീഫ് പോലെ, അതായത് ടു ഡു ലിസ്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഞാൻ ഈ 2025 വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ബുള്ളറ്റ് ജേർണലാട്ടോ ഇത്. ഇതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പ്ലാനറിലാട്ടോ എൻ്റെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഞാൻ ആദ്യം തന്നെ യൂട്യൂബ് കണ്ടൻറ് ലോഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ അത് നോട്ട് ചെയ്തതിന് ശേഷം ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്ന് ലൈഫിൽ കുറച്ച് ന്യൂ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പം അത് ഏതൊക്കെ എന്തൊക്കെ എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ദിവസം കഴിയുമ്പം നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി ഒന്ന് അനലൈസ് ചെയ്യും കൂടി ചെയ്യാമല്ലോ. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ് എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ലൈഫ് കുറച്ചും കൂടി പ്ലാൻഡായിട്ട് അതേപോലെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ കൺട്രോളിൽ ആയി പോകുന്ന പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിവിടെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ജസ്റ്റ് ഞാൻ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതേപോലെ ഗ്രോസറി ആയിട്ടും അതേപോലെ സെൽഫ് കെയർ അങ്ങനത്തെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്കായിട്ടൊരു പേജും കാര്യങ്ങളും വരെ ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആർക്കെങ്കിലും ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അഗെയിൻ പറയാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണല്ലോ, നിങ്ങൾ ഡെയിലി 2.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എനിക്കില്ലേ ഇവിടെ നല്ല തണുപ്പാണ്. സോ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നലുമില്ല. എനിക്കേറ്റവും അങ്ങനെ നമുക്ക് ദാഹമൊക്കെ വരുമ്പം നമ്മൾ ഓൾറെഡി കുടിച്ചു പോകുമല്ലോ, എനിക്ക് അതുപോലും വരലില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു മെയിൻ ഹാബിറ്റ് ആക്കിയിട്ട് എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പം ഞാനിതാ ഇതേപോലെ ഒരു മെഷറിങ് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു മെഷറിങ് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മെഷർ കിട്ടുമല്ലോ. ഞാൻ ഇന്ന് ഇത്രയൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു ഗ്ലാസ് വന്നിട്ട് 400 ml ഒരു ഗ്ലാസ്സാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിന് വെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളെല്ലാവരും ഈ ഒരു ഹാബിറ്റ് ഡെഫിനറ്റ്ലി ലൈഫിൽ ഫോളോ ചെയ്യാൻ നോക്കണേ. ഇനി നെക്സ്റ്റ് ഹാബിറ്റാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും മടിയുള്ളൊരു ഹാബിറ്റാണ് മൂവ് യുവർ ബോഡി. ഡെയിലി എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കാരണം ഇത് നമ്മുടെ ഫിസിക്കലി എന്നല്ല മെൻ്റലിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് കൊടുക്കുക എന്നുള്ളത്, ഒന്നില്ലെങ്കിൽ മെഡിറ്റേഷനോ യോഗയോ, ഇനി അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മൾ പുറത്തു കൂടി ഒന്ന് ജസ്റ്റ് ഒരു വാക്കിന് പോവേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഞാനിവിടെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതേപോലെ വാക്കിങ്ങിന് പോകുന്നതാണ്. ഞാനിപ്പോൾ വാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിലുള്ള ഒരു റോഡിലൂടെ തന്നെ പോകാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ടൈം ആകുമ്പം ഈ ടൈമെന്നല്ല, പൊതുവേ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാകുന്ന ഒരു ഏരിയ അല്ല. ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ കാണലില്ല കേട്ടോ. കാരണം ഈ ടൈമിലൊന്നും ആരും അങ്ങനെ പുറത്തിറങ്ങലില്ല. അപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതേപോലത്തെ ഒരു ഏരിയയിൽ കൂടി ഇങ്ങനെ ശാന്തമായി കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് എൻ്റേതായ ഒരു രീതിക്ക് അങ്ങനെ പോകുന്നതാട്ടോ എനിക്കിഷ്ടമുള്ളത്. ചിലപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. എനിക്ക് വാക്കാണ് ഇഷ്ടം എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അതായിക്കണമെന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം. ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് സൂംബ ഡാൻസ്, അങ്ങനെ
ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്താന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് അത് ലൈഫിൽ ഏറ്റവും നല്ലൊരു ഹാബിറ്റ് ആക്കിയിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഗിഫ്റ്റ് ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് നല്ല മസിൽ ക്രാംസ് ഒക്കെ ഫീൽ ചെയ്തെന്ന് വരും കേട്ടോ. കാരണം നമ്മൾ പുതിയൊരു ഹാബിറ്റ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരല്ലേ. സോ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഡെഫിനറ്റ്ലി അത് ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. പക്ഷേ അത് നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത് കേട്ടോ. എന്തായാലും നമ്മുടെ പുതിയൊരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരല്ലേ, അതെന്തായാലും നമുക്ക് അത്ര ഈസി ആയിരിക്കും. എന്നിട്ട് ഡോണ്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കേട്ടോ. കാരണം എനിക്കായാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് മുന്നൊക്കെ നല്ല ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ടൈമിൽ ഞാൻ അധിക ദിവസവും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഞാൻ നേരെ ഉച്ചക്കത്തെ ചോറിലോട്ട് കഴിക്കും. ഞാൻ ചിലപ്പം എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഞാൻ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതും ചില ദിവസമൊക്കെ എനിക്ക് നല്ല മടിയാണെങ്കിൽ ഞാൻ കഴിക്കലില്ല. സോ ഞാൻ വിചാരിച്ച് നെക്സ്റ്റ് ഹാബിറ്റ് ഇതന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. കാരണം അധികവും ഞാൻ സ്കിപ്പ് ചെയ്യുന്ന മെയിൻ ഫുഡ് എന്ന് പറയുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഉച്ചക്ക് ലഞ്ച് കഴിക്കും, ഡിന്നറൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് കഴിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എങ്ങനെയായാലും ഞാൻ ഇപ്പോൾ ചില ദിവസമൊക്കെ നേരത്തെ എഴുന്നേറ്റാൽ പോലും എനിക്ക് കഴിക്കാൻ നല്ല മടിയാണ്. ഞാൻ റീസെൻ്റായിട്ടാണ് ഇപ്പോൾ കഴിക്കലൊക്കെ തുടങ്ങിയത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്. സോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ലൈഫിലെ ഒരു ബെറ്റർ ഹാബിറ്റായിട്ട് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എത്ര ടൈമില്ലെങ്കിലും ഒരിക്കലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ മോൻ്റെ കുറേ പണിയുള്ള പോലെ എനിക്ക് തോന്നലില്ല കേട്ടോ. സോ ഇത് നെക്സ്റ്റ് ഹാബിറ്റ് അല്ല, ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, ഇറ്റ്സ് ഗുഡ്. എന്നിട്ട് പിന്നെ ഞാനിതാ എൻ്റെ നെക്സ്റ്റ് ഹാബിറ്റിലോട്ട് നീങ്ങാൻ കേട്ടോ. നെക്സ്റ്റ് ഹാബിറ്റ് വന്നിട്ട് സ്കിൻ കെയർ. നമ്മൾ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല. എന്നെപ്പോലെ നല്ല മടിയുള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവണം കേട്ടോ. ഞാൻ എൻ്റെ ഒന്നാമത് നല്ല ഡ്രൈ സ്കിന്നാണ്, എങ്കിൽ പോലും എനിക്കങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊരു ടൈം മാറ്റി വെക്കാനോ ഒന്നും എനിക്ക് കയ്യല്ലെന്നല്ല, മടിയാണ് മെയിനായിട്ട്. സോ ഞാൻ വിചാരിച്ച് ഇത്തവണ ഹാബിറ്റിൽ സെൽഫ് ലവ് ആണല്ലോ ഒരു മനുഷ്യന് ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു സംഭവം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തതും ആ ഒരു സംഭവമാണോ. സോ ഇക്കൊല്ലം ഞാൻ വിചാരിച്ച് എന്തായാലും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടെ സെൽഫ് ലവ്ക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാനിതാ ആദ്യം തന്നെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്മെല്ല് വന്നിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ടോണർ, മോയ്സ്ചറൈസർ, സിറം, സൺസ്ക്രീൻ. സിറമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ പറയില്ലേ, ഞാനതിൽ നല്ല ബാക്കിലാണ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ഇൻട്രോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ ഞാനാവും. അങ്ങനെ ഞാൻ ഇതാ സിറം എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ നെക്സ്റ്റ് ഹാബിറ്റ് വന്നിട്ട് ഏർലി ഡിന്നർ എന്ന് പറയുന്നൊരു ഹാബിറ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഞാൻ രാത്രിക്കത്തെ ഫുഡിൻ്റെ ഒരു സെക്ഷനാണ്. അതെന്താ വെച്ചാൽ എൻ്റെ നെക്സ്റ്റ് ഹാബിറ്റ് വന്നിട്ട് ഏർലി ഡിന്നറാണ്. നമ്മൾ എത്രയും ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നോ അത്രയും ചിലവരുണ്ടല്ലോ, അതായത് 10 മണി 11 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക, എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതേപോലെ കിടന്നുറങ്ങുക. ഇത് ആക്ച്വലി നമ്മുടെ ബോഡിക്ക് തന്നെ അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ബോഡി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രോപ്പർ ഡൈജഷനോ ഒന്നും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. സോ നമ്മൾ ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഡിന്നർ മാക്സിമം കഴിച്ച് തീർക്കുക. എന്നിട്ട് പിന്നെ ഒരു 3-4 മണിക്കൂറൊക്കെ നമ്മൾ ഒരു 9 മണി 10 മണി ആ ടൈമിൽ കിടന്നാൽ പോലും നമ്മുടെ ബോഡി നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങളുടെ ലൈഫിലൊരു നെക്സ്റ്റ് ഹാബിറ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഏർലി ഡിന്നർ. എത്രയും അതായത് ഒരു 6:30-7 മണി ആകുമ്പോഴത്തേന് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഡിന്നർ കഴിച്ച് തീർക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ കിടക്കാൻ നേരം ചിലർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രൂട്ട്സോ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് കിടക്കുക. അല്ലാണ്ട് നമ്മൾ ഡിന്നർ കഴിക്കുക, വേഗം പോയി കിടന്നുറങ്ങുക, ആ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഏർലി ഡിന്നർ എന്നുള്ളൊരു ഹാബിറ്റിലോട്ട് എന്തായാലും മാറാൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ന്യൂ ഹാബിറ്റ്സ് വന്നിട്ട്. ഇനി ഇതിൽ കൂടുതൽ ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും സ്റ്റാർട്ടിങ് അല്ലേ, ഇത്ര മതിയെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ന്യൂ ഹാബിറ്റ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.